ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കാൻ പോകുന്ന അക്കോമഡേഷൻ സെൻ്ററാണിത്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വലിയൊരു മല കാണുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തട്ടുകളായി തിരിച്ച കൃഷി സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ നരസിമുക്ക് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അയ്യപ്പനും കോശി എന്ന സിനിമയുടെ ഒരുപാട് സെറ്റുകൾ ഇവിടെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. തൊട്ടിൽ കെട്ടിയിരുന്ന മരമാണിത്. അട്ടപ്പാടിയുടെ പച്ചപ്പ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ഈ നരസിമുക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ശിങ്കയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വെച്ചപ്പതി എന്ന സ്ഥലമാണ്. ഇനി നമ്മളൊരു ചെറിയൊരു ക്ഷേത്രം പോലുള്ള കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. വലിയൊരു ആൽമരമുണ്ട്. 40 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരിക്കും. എന്നിട്ട് അത് അവര് മറ്റേ ഇറച്ചി മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാണ്ട് അത് മറ്റേ നമ്മൾ ശബരിമല പോകുന്ന അതേ രീതിയിലുള്ള മാർണട്ടി വാട്ടർഫോൾസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മിസ്റ്റ് അടിക്കുന്നുണ്ട്, നല്ല കാറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം അതാ ഈ ഒരു ചാലിൽ വന്ന് വീണ് ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയാണ്. എന്നിട്ട് ആ പാറമടക്കിലൂടെ വരുന്ന വെള്ളവും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒറ്റ സ്ട്രീമായി താഴേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം തീർത്തുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടം കൂടെ ആയി അങ്ങനെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. നമസ്കാരം, ആയുർഡോക് ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അട്ടപ്പാടിയിലാണ് നിൽക്കുന്നത്. ഒരു നൈറ്റ് നമ്മുടെ സ്റ്റേ 2 ഡേയും നൈറ്റും ആയിട്ട് ഇന്ന് അട്ടപ്പാടിയിലേക്ക് വന്നിരിക്കുകയാണ്. അധികം ടൂറിസ്റ്റുകൾ പ്രിഫർ ചെയ്യാത്തൊരു സ്ഥലമാണ് അട്ടപ്പാടി. പക്ഷേ ഈ അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്ക് ശേഷം ധാരാളം ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ യാത്ര അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടി വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ആയുർഡോക് ജേണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പോണ വഴിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ കൂടെ അരുവി ഒഴുകുന്ന നല്ലൊരു കാഴ്ചയാണ്. വളരെ താഴ്ചയിലൂടെയാണ്. അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ പോകുന്ന വഴി നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. 10ാം വളം എന്താണ് ഇതിൻ്റെ പേര്. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ കാറ്റ്. ഇപ്പോൾ ഈ നട്ടുച്ച നേരമായിട്ട് പോലും തണുത്ത കാറ്റാണ് അടിക്കുന്നത്. നമ്മൾ ഗോളിക്കടവ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. രാജീവാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ 2 ദിവസം യാത്ര. രാജീവിൻ്റെ കൂടെ നരസിമുക്ക് എന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. അഗളി PWD റെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ. അഗളി PWD റെസ്റ്റ് ഹൗസ് ആണ്. ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതില്ലേ അക്കോമഡേഷൻ. നമ്മളിപ്പോൾ നരസിമുക്ക് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെയാണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിരിക്കുകയാണ് നമ്മൾ. ഇനി ഇത് ഈ മല ഫുള്ള് കയറി പോകാനുണ്ട്. ഇല്ല, കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ടോപ്പിലെത്തി. വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പണ്ടൊക്കെ അട്ടപ്പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു മോശം സ്ഥലമായിട്ടാണ് ഏത് അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു ചോദ്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ജനങ്ങളുടെ ആ കൺസെപ്റ്റ് എല്ലാം മാറി. നരസിമുക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ കാറ് അങ്ങ് ദൂരെ കാണുന്നു. അവിടുന്ന് ഇങ്ങനെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി അവിടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇങ്ങനെ വന്ന് ഈ കയറ്റം ഇങ്ങനെ കയറി ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച സൂപ്പർ കാഴ്ചയാണ്. ഇത് എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അട്ടപ്പാടി കാണണം എന്നുള്ളൊരാഗ്രഹം ഏതൊരാളിലും ജനിപ്പിക്കുന്നതാണ് ഇവിടെയുള്ള ഈ കാഴ്ചകളെല്ലാം. സുന്ദരമായ ഒരു അനുഭവം തന്നെയാണ് ഇതിലുള്ള യാത്ര. അയ്യപ്പനും കോശി എന്ന സിനിമയിലെ തൊട്ടിൽ കെട്ടിയിരുന്ന മരമാണിത്. ഇന്ന് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരുടെ വീട് അല്ലേ.
അങ്ങനെ നരസിമുക്കിൽ നിന്ന് നമ്മൾ അക്കോമഡേഷൻ സെൻറ്ററിലേക്ക് പോകുന്ന വഴി നല്ല സുന്ദരമായൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. ചെയ്തിട്ടുണ്ട്. ഈ ചോളത്തിൻ്റെ പാടം തന്നെയാണെന്ന് തോന്നുന്നത്. അതിൽ ഇടവേളയായിട്ട് എന്തോ ചെയ്ത ഒരു ഇതാണ്. കണ്ടിട്ട് ചീര പോലെ തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. നരസിമുക്കിൽ നിന്ന് നമ്മൾ വന്ന റോഡാണിത്. ഇവിടെ നിന്ന് ഈ റോഡിലൂടെ ഇവിടെ എത്തിയതിന് ശേഷം ഈ ചെറിയ വഴിയിലൂടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ അക്കോമഡേഷൻ സെൻറ്ററിലേക്ക് എത്തി. ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ ഇരിക്കാൻ പറ്റിയ എന്തെങ്കിലും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു സ്ഥലം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബെഡ്റൂമുകളുണ്ട്. ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂമാണ്, വലിയ കുഴപ്പമില്ല. കുറച്ച് ടി വി മുതലായ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അടുക്കളയാണ്. അടുക്കള, ഗ്യാസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഒരു പുറമേ ഒരു ടോയ്ലറ്റും പിന്നെ തുണി അലക്കുന്നതിനും മറ്റൊക്കെയുള്ള സജ്ജീകരണങ്ങൾ വേറെയും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഈ ഫാമിൽ നിന്ന് പറിച്ചെടുത്ത തക്കാളികളാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് വരുന്ന വില കൊടുത്ത് വാങ്ങുകയൊക്കെ ചെയ്യാം. ഞങ്ങളെന്തായാലും നാളെ പോകുമ്പോൾ കുറച്ച് തക്കാളി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ നല്ല വിളവെടുക്കാൻ പാകമായിട്ടുള്ളതാണ്, നല്ല മൂപ്പെത്തിയത്. കുറേ എണ്ണം കേടും എന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അക്കോമഡേഷൻ സെൻറ്റർ കാണുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തക്കാളി തോട്ടം. അതിലൂടെ വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഈ ചുറ്റുവട്ടത്തൊന്നും അധികം ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇങ്ങനെയുള്ളൊരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള താമസം നമ്മുടെ നാട്ടിൽ തീർത്തും അവൈലബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വൈകുന്നേരം നടക്കാനിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് 2 ചേച്ചിമാർ അവരുടെ ആടുകളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ നാട്ടിൽ വളരെ അസുലഭമായൊരു കാഴ്ച തന്നെയാണ്. ചേച്ചിയുടെ കൂടെ കുറേ നായ്ക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് വൈകുന്നേരം നമ്മൾ ചെറിയൊരു റൈഡിന് ഇറങ്ങിയതാണ്. അവിടെ ദൂരെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ മുകളിലുള്ള ഒരു ഫാമാണിത്. ഒരു 2-3 പശുക്കളൊക്കെ ഉള്ള ഒരു ഫാമാണിത്. അതിനോടനുബന്ധിച്ചുള്ള റോഡിലൂടെ ഇപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു 2 ഭാഗവും നല്ല ആൾതാമസമൊന്നും ഇല്ലാതെ വിശാലമായുള്ള കാടിൻ്റെ ഒരു ഇത് തോന്നിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. നല്ല നെല്ലിമരമൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്കൊക്കെ പറക്കുകയാണ്. മോളെ കാണിച്ചേ, ഒരു നെല്ലിക്ക കാണിച്ചേ, ഒരു നെല്ലിക്ക കാണിച്ചാ നോട്ടെ. നല്ല വലിയ നെല്ലിക്ക കേട്ടോ. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നോക്കട്ടെ. ഇങ്ങനെ കാട്ടിൽ വളർന്ന നെല്ലിക്കൊക്കെ ഒന്ന് തിന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറേ അങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ല അടിപൊളി നെല്ലിക്കൊക്കെ കിട്ടി. പിന്നെ അവിടുത്തെ ഒരു ഊര് ക്ഷേത്രം, അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്തു. വരുന്ന വഴിയിൽ 1-2 മയിലിനെയൊക്കെ കണ്ടു. അങ്ങനെ വളരെ സംഭവബഹുലമായ ഒരു വൈകുന്നേരമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയത്. കൂട്ടാം കച്ചാകവൈക്കുല കൊണ്ടുതരാം, പവാട തുന്നിത്തരാം, നിനക്കു തരാം, കായും ഭയവും നുകർന്നു തരാം.
നമ്മൾ താമസിക്കുന്ന റൂമാണത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഇതിൻ്റെ കെയർ ടേക്കറും കൂടെയാണ്. ഇദ്ദേഹം പശുവിനെ കറക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ പശുവും പാൽ ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് തന്നു കേട്ടോ. നല്ല അടിപൊളി നല്ല കട്ടിയൊക്കെ ഉള്ള പശുവും പാൽ. അപ്പോൾ അദ്ദേഹം പശുവിനെ കറക്കണം, നമുക്കൊന്ന് നോക്കാം. എത്ര ലിറ്റർ പാല് കിട്ടും? ഇതിപ്പോൾ രാവിലെ 9 കിട്ടും സാർ. ഈ പശു ആ പശു രണ്ടിനും 9. ആ, എന്നിട്ട് എവിടെ ഇത് സൊസൈറ്റിയിൽ എവിടെ കൊടുക്കുക? സൊസൈറ്റി കീഴെ വട്ടലേക്ക്. എവിടെ? കീഴെ വട്ടലേക്ക്. കീഴേക്ക് വട്ടൽ. ആ, സൊസൈറ്റി. നെയ്യ് പുരട്ടിയാലേ അത് കറക്കാം? നല്ല കൊഴുപ്പുള്ള നല്ല പാല് കേട്ടോ. നല്ല ഞങ്ങൾ കുടിച്ചു. സൂപ്പർ. ഒന്നാമത് ഈ പച്ച പുല്ലുകളൊക്കെ തിന്നിങ്ങനെ ഇങ്ങനെ പശു ആയതുകൊണ്ടായിരിക്കും. പച്ചപ്പുല്ലൊക്കെ തിന്നുകൊണ്ടായിരിക്കും. നല്ല നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുള്ള പാല്. കഴിഞ്ഞോ ഇന്നത്തെ? ഓ, അപ്പോൾ അവിടുന്ന് പാല് കറക്കുന്നതും കണ്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് നടന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വന്നത് ഏകദേശം ആ റോഡിലൂടെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇതിലെങ്ങനെ കുറേ അങ്ങോട്ട് പോയല്ലോ. ആ പോയപ്പോഴാണ് അവിടെ നമുക്ക് നല്ല കാട്ടുനെല്ലിക്കൊക്കെ കിട്ടിയത്. മയിലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയത് ആ ഭാഗത്ത് നിന്നാണ്. അതെല്ലാം ഒരു വളരെ വ്യത്യസ്തമായ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ബാക്കിയുള്ള ഭാഗം എല്ലാം തുറസായ സ്ഥലമാണ്. ഇവിടെ ഇതുപോലൊരു വേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഈ വേലിക്ക് പുറത്താണ് ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പിയോടെ ഉള്ള കാര്യം കാണുകയില്ല കേട്ടോ. ഇനി നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. ഒരു ദിവസം കൂടെയൊക്കെ ഇവിടെ തന്നെ തങ്ങാൻ തോന്നുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. അവിടെ നേരെ മുന്നിലൊരു വീട് കാണുന്നില്ലേ? അവിടെ ഒരു അമ്മയും മകളും ഒക്കെയാണ് താമസിച്ചിരുന്നത്. ഇന്നലെ ഞങ്ങൾ അവരെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇലക്ട്രിസിറ്റി ഒന്നും എത്തിയിട്ടില്ല, ഭയങ്കര കഷ്ടപ്പാടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞു. ആ കുളത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ആനകൾ സ്ഥിരമായി വരാറുണ്ടെന്ന്. ആ ആനകളുടെ ശല്യം കാരണം ഇവർ രാത്രിയിൽ ഇപ്പോൾ ഇവിടെ താമസിക്കാറില്ല. അത് വെളിച്ചോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇവിടെ താമസിക്കാറില്ല. അവിടെ തന്നെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് താഴെ എവിടെയോ ഉണ്ട്, അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഒരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ്, നമ്മളുടെ കൺസെപ്റ്റ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ഉള്ളതെല്ലാം. കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഒരു യാത്ര ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നത്. രാവിലെ ആ ഒരു മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു മനസ്സിന് ഭയങ്കര ഉന്മേഷം തോന്നുന്നു. ഒരു ശുദ്ധമായി ശ്വസിച്ചുകൊണ്ടുള്ളൊരു നടത്തം എന്തായാലും ഒരു വെറൈറ്റി അനുഭവമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വന്ന് താമസിക്കണം. നിങ്ങൾക്ക് ഈ ഒരു അക്കോമഡേഷൻ സെൻറ്ററും ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ രാജീവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ട്രൈബൽസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റാണ്. നിങ്ങളുടെ പേരെന്നാ? എന്റെ ശിവ. ശിവ. ആ, എത്ര കാലം ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ വന്ന 6 മാസം ആയി ഇവിടെ. 6 മാസം. ഇത് വീടാരുടെ വീടാ? മകളുടെ കെട്ടിയവന്റെ വീടാണിത്. ഓ, ഞാൻ വെറുതെ വന്ന് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റാതെ ഇവിടെ വന്നിട്ട് ഇവിടെ
ഞാൻ അവിടെ 2 മാസമൊക്കെ അവിടെ പോവാന്ന് മക പറഞ്ഞു. അപ്പം ഞാൻ കുട്ടിയെ വെത്തിട്ട് ഇവിടെ ആ ഈ വീടിൻ്റെ പിറകുവശത്ത് നല്ല ചെറുനാരങ്ങ മരം കണ്ടു കേട്ടോ. നല്ല പഴുത്ത ചെറുനാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതിൽ ഒന്നൊന്ന് പറിച്ചു നോക്കാം. അയ്യോ കുടുങ്ങി. സൂപ്പർ ഒരു ചെറുനാരങ്ങ. പക്ഷെ ഇതിന് ചെറിയ ഡാമേജ് ഉണ്ടെങ്കിലും നല്ല അടിപൊളി. ഇതാ നിലത്ത് കുറേ വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ വേറെ നല്ല ഒരു ചെറുനാരങ്ങയുണ്ട് പഴുത്തത്. ഇത് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇനി പോവാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോവും കേട്ടോ. അത് കൊണ്ടുവച്ചു വരും. എന്നാൽ അത് കൊണ്ടുവച്ചു. മോളെ പേരെന്താ? നിത്യ. സ്കൂളിൽ പോകണില്ലേ? കൊറോണ കൊണ്ട് പോകുന്നില്ല. എത്ര ക്ലാസ്സിലാ? 3ാം ക്ലാസ്. എവിടെ? സ്കൂൾ എവിടെയാ? കൊടുക്ക്. ഇട്ട് കൊടുക്ക്. ഞാൻ അപ്പുറത്തൂടെ മറ്റേ കൈ വിട്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് മോളിത്? ഇഷ്ടപ്പെട്ടോ? മോളെ ടാറ്റ. ഇനി പിന്നെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ശിവാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ശിവാമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ സ്ഥിരമായുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. 1-2 ദിവസമൊക്കെ ഇതുപോലെ ഒരു ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് നമുക്കിത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമായി തോന്നും. പക്ഷെ ഇവർക്ക് കറണ്ടില്ല, വെളിച്ചമില്ല, ആന മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ പേടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ഇതെല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള ജീവിതമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. നമ്മുടെ ഇവിടുന്ന് വിട പറയുകയാണ്.